അപ്പം ഞങ്ങൾ ഇന്ന് റെൻഫ്രൂവിൽ പോകാൻ തീരുമാനിച്ചു. വെറുതെ ജസ്റ്റ് അപ്പം നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നു വെച്ചു. അപ്പം ഞങ്ങൾ വേഗം നടക്കാം. നല്ല മഴ വരാൻ പോണ പോലെ ഉണ്ട്. ശരിക്കും കാണിച്ചരാട്ടാ, കണ്ട നല്ല മഴക്കാരുണ്ട്. അത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയാ. അപ്പൊ മഴയായോണ്ട് ഞങ്ങള് വേഗം നടക്കാം. പിന്നെ ഇവിടെ ഓട്ടം സീസൺ ആയോണ്ട് നല്ല ഭംഗിയുണ്ട്. പക്ഷെ അധികം പൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഇലയുടെ കളറുകളൊക്കെ മാറിയിട്ടുണ്ട്. വേണ്ട, ഇലേന്റെ കളറുകളൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. പൊഴിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഈ വഴിയിലൊക്കെയും അവിടെ ചവറ് പോലെ കിടപ്പുണ്ട്. പിന്നെ ഈ സ്ഥലത്ത് മരങ്ങളൊക്കെ കണ്ട. ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞങ്ങള് നാളെ ഇവൾക്ക് ജോലിയുണ്ട്, എനിക്കും ജോലിയുണ്ട്. പക്ഷെ നാളെ ഇവൾക്ക് കാലത്തൊട്ട് വൈകുന്നേരം വരെ ജോലി ഉള്ളതുകൊണ്ട് ഇന്ന് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ കേട്ടു റെൻഫ്രൂവില് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന്. ഇനി ഇതിപ്പോ ഓട്ടം സീസൺ ആയതുകൊണ്ടാണോ ക്രിസ്മസിന്റെ ആണോ അതൊന്നും അറിയില്ല. അപ്പം എന്തായാലും റെൻഫ്രൂവിൽ പോകുന്നുണ്ട്. അപ്പം അതിൻ്റെയും ചെറിയ ചെറിയ ക്ലിപ്സ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാട്ടാ. ഞങ്ങളിത് ബസ് സ്റ്റോപ്പിൽ വന്ന് അയ്മോനെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ഞങ്ങൾ കഴിഞ്ഞ വട്ടം ഐക്യയിൽ പോയിട്ടുണ്ടായിരുന്നു. ഐക്യയിൽ പോയിട്ട് കുറച്ച് ക്ലിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അത് കിട്ടി നല്ലതൊക്കെ ആണെങ്കിൽ ആഡ് ചെയ്യാം. എന്നിട്ട് ഐക്യ പറഞ്ഞെടുത്തേ. അതൊരു സ്വീഡിഷ് മൾട്ടിനാഷണൽ കമ്പനിയാണ്. അത് എനിക്ക് പഠിക്കാനുള്ളതുകൊണ്ടായിട്ട് അറിയണത്. അത് ഇങ്ങനെ ഹോം അപ്ലയൻസും കിച്ചൺ അപ്ലയൻസും ഒക്കെ കുട്ടി സാധനങ്ങൾ കിട്ടും. പിന്നെ ഉണ്ടല്ലോ നമുക്കൊരു റൂമൊക്കെ പണിയാനൊരു ഐഡിയ വേണമെങ്കിൽ അവിടെ പോയാൽ മതി. ഞങ്ങൾക്ക് അവിടെ പോയിട്ട് കുറേ ഇഷ്ടമായി. അത് അവിടെ അതിൽ കയറിട്ട് ഒരു പോസ്റ്റ് കാണിക്കുന്ന കിട്ടുന്നുണ്ട്. അതൊക്കെ ഞാൻ ആഡ് ചെയ്യാം. സ്നേഹമോൾക്ക് എന്നിട്ട് വേണ്ടേ? എനിക്കൊരു ചായ എടുത്തേടി വേഗം. ഈ വാഷ് ബേസിന് എപ്പോഴാണ് നീ വാങ്ങിയേ? ഓ അപ്പൊ ഈ സോഫിറ്റൊക്കെ എത്രയാടി? അപ്പം ഞങ്ങൾ ബസ്സിൽ കയറി. നമ്മുടെ നാട് പോലെയല്ല, ഇവരുടെ ബസ് ഭയങ്കര പതുക്കെ പോകുള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ആകെ ഒരു 10-15 മിനിറ്റുള്ള റെൻഫ്രൂവിലേക്ക്. നമ്മുടെ പ്രൈവറ്റിൽ പോയത് 5 മിനിറ്റ് എത്തും. അവിടെ ബസ്സിൽ പോയ വേഗത്ത് ഇവിടെ ഭയങ്കര പതുക്കെ പോകും. അതുകൊണ്ട് സേഫ്റ്റിയാ. അതന്നെ സീസൺ ആയതുകൊണ്ട് ഇവിടുത്തെ ഇലകളൊക്കെ പൊഴിഞ്ഞു. മുന്നേ വീഡിയോയിലൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ ഇലയുള്ളത്. ഇതിപ്പോൾ നോക്കിയാൽ ഇലകളൊക്കെ പൊഴിഞ്ഞു തുടങ്ങി. ഞങ്ങൾ വന്നടിക്കും ഗ്ലോസും നല്ല രസമാണ്. ഇതാണ് നമ്മുടെ ആബിഎമ്മിൽ. ഇവിടെയാണ് നമ്മുടെ എല്ലാ ഗ്രാജുവേഷൻ്റെ പ്രോഗ്രാംസും. ആ മരമിക്ക് നല്ല രസമുണ്ട്. മഴവില്ല് അവിടെ റെയിൻബോ ഒന്നും വന്നല്ലോ. അവളിപ്പോൾ ഞങ്ങൾ ഇപ്പം തന്നെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായി. അത് ഇൻസ്റ്റയിൽ സ്റ്റാറ്റസ് ഇടാൻ പോവാം. അവിടേക്ക് നോക്കിയേ, ദൂരങ്ങളിൽ നല്ല പച്ചലിയുണ്ട്, നല്ല വീഴാറായ ഇലയുണ്ട്. അങ്ങനെ കുറേ നേരത്തെ സെർച്ചിങ്ങിന് ശേഷം അവൾക്കൊരു പാട്ട് കിട്ടി. അതെടുത്ത് സ്റ്റോറി ഇടുന്നുണ്ട്. ഫോട്ടോ എടുത്താൽ പോരാ, സ്റ്റോറി ഇടാനാണല്ലേ പാട്. ഓൾറെഡി ഇട്ടു സ്റ്റോറി. ഞാൻ സക്സസ്ഫുള്ളി ഇട്ട് കഴിഞ്ഞു. ഇല്ലടി? സുന്ദരനായി. പിന്നെ ഇവിടുത്തെ വീട് കണ്ട. ഞാൻ ആരോടോ ചോദിച്ചപ്പോൾ ഇവിടുത്തെ വീടുകളൊക്കെ ഇവിടുത്തെ ഗവൺമെൻറ് പണിയുന്നതുകൊണ്ടാണ് കളറുകളൊന്നും ഇല്ലാത്തതാണ്.
പറയണേ ഈ ഫുള്ളും ഈ കളറിലിരിക്കണേന്ന്. അതായത് ബ്രൈറ്റ് കളേഴ്സ് ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ നമ്മുടെ ഒക്കെ ഒരു ഡാർക്ക് ബ്രൗൺ ഡൾ കളർ, ഡള്ളായിട്ടുള്ള കളർ ഒക്കെ സെയിം. ഇവിടുത്തെ ബിൽഡിങ് മിക്കതിൻ്റെ അവിടെയൊക്കെ നോക്കിയാറിയാം സെയിം പോലെ ഇരിക്കുകയാണ്. പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമ്മുടെ കാർട്ടൂണിലെ വീഡിയോകൾ പോലത്തെ വീഡിയോകൾ കാണാത്ത അത് നല്ല രസം. ഞാൻ പറഞ്ഞ കാർട്ടൂൺ പോലത്തെ വീഡിയോകൾ ഇപ്പം എത്തുട്ടാ, ഇപ്പം എത്തും ഇവിടെ അടുത്ത. ഈ വീഡിയോകൾ കാണുമ്പോൾ എന്താണോ നമ്മുടെ ഡോറ ബുജിയുടെ വീഡിയോകളുടെ പോലെയൊക്കെ ഫീൽ ചെയ്യും. പെട്ടിക്കൂടാരം പോലത്തെ വീഡിയോ അത് ഈ വീഡിയോ ഫുള്ളൊരു കാർട്ടൂൺ. ഒരെണ്ണം ഈ വീട് എക്സാക്ട് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാം. കരിനീല കാറ് കിടക്കണം, ഗ്രേ കളർ വീട് ഈ വെസ്റ്റബിൾ ബാക്കിയിട്ട് ഈ ഓട്ടായോണ്ട് കണ്ട ഞാൻ പറഞ്ഞേ. അവിടെ ഒരു കരിമ്പച്ചയും ഇവിടെ ഏകദേശം വീഴാറായ പോലത്തെ ഇലകളും. ഇതൊക്കെയാണ് അവള് പറഞ്ഞ കാർട്ടൂണിലെ വീട്. എനിക്ക് ഗ്രേ വീട് കാണുമ്പോൾ പൊക്ക അങ്ങനെ തോന്നുന്നു, നല്ല രസമില്ലേ നമ്മൾ കാർട്ടൂണിൽ കണ്ട പോലത്തെ. ഇതൊക്കെ ആദ്യം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഇഷ്ടം, നല്ല രസമല്ലേ. ഒരു 5 സ്റ്റാർ ഹോട്ടലായി കാണുന്ന ഹോട്ടലാണ് അതും കണ്ടില്ലേ. അതായത് ഡൾ കളറ് എല്ലാം എല്ലാം ഒരേപോലെ ഇരിക്കണം. അപ്പൊ ഹോട്ടലാണെങ്കിലും വരെ തിരിച്ചറിയാത്ത രീതിയിൽ നമ്മുടെ നാട് പോലെ പച്ചമഞ്ഞ ചുമപ്പ കളറൊന്നുമല്ല, ഫുള്ളൊക്കെ ഒരേ കളർ. ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരേ ആകൃതിയിലുള്ള വീട് ഫുൾ അങ്ങനെയാ ഇവിടെ. പിന്നെ ഞങ്ങള് മുന്നേ റെൻഫ്രൂല് താമസിച്ചേ. അപ്പോൾ ഞങ്ങൾക്ക് റെൻഫ്രൂ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പീസിൽ ഞങ്ങൾ താമസിക്കുന്നവർക്ക് എന്താ പറയുക, അത് സിറ്റിയാണ്. അപ്പോൾ ഇത്തിരി കൂടി ബിസി അല്ല അവർ, അപ്പോൾ ഭയങ്കര ഒച്ചപ്പാടും അങ്ങനെയൊക്കെ. അത്രയ്ക്കൊന്നും പോലും ഇവിടെ അടിപൊളിയാണ്, ഇവിടെ ഭയങ്കര കാമായ പീസാണ്. ഞങ്ങൾ ഇവിടുന്ന് പോയാൽ എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരും. അവിടെ കട ഉണ്ടാക്കിയിട്ടൊന്നുമല്ല, എന്നാലും വെറുതെ ഇങ്ങോട്ട് വരും. നിങ്ങളിങ്ങനെയാണ് സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ ഒരു 50 വട്ടിന് അതന്നെ കണ്ടോണ്ടിരിക്കും. ഈ പറയുന്ന ആൾ അങ്ങനെ തന്നെയാണ്, വെറുതെ തന്നെ പറയുന്നത്. ഇപ്പൊ സ്റ്റോറി ഇട്ടതാണ്, ഇപ്പൊ തന്നെ പിന്നെയും കണ്ടോണ്ടിരിക്കാൻ. അങ്ങനെ ചോദിക്കാം എത്ര ലൈക്ക് ഉണ്ടാവും, നീ ഒന്ന് പറയും, നീ എത്ര ലൈക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാവും. പറയാനായിട്ട് അവളൊന്നല്ല, അവളെ അങ്ങനെ തന്നെയാട്ടോ. അവളെ എപ്പോഴും വീഡിയോ ഇട്ടാൽ ഒരു 50, അവളുടെ സ്റ്റോറി അവളൊരു 100 വട്ടം നമ്മൾ കാണും. വെറുതെ പറയാ അംഗൻവാടി പോലെ രസമുണ്ട്. ഇതാണ് ഇവിടുത്തെ നഴ്സറി, പിള്ളേര് പഠിക്കുന്നത്. ഇത് നഴ്സറിയുടെ പേര് 3 Bears. നല്ല പോലെ ഡാർക്കായി തുടങ്ങിയിട്ടുണ്ട്, കാരണം മഴക്കാരും ഉണ്ട്. പിന്നെ സമ്മർ സീസൺ പതുക്കെ കഴിയാറായി, അതുകൊണ്ടാണ് അങ്ങനെ ഡാർക്കായിട്ട് വരുന്നത്. ഇപ്പൊ സമയത്തിടയ്ക്കൊക്കെ രാത്രി 10 മണിക്കൊക്കെ നല്ല വെയിലായിരുന്നു. മുന്നൊക്കെ 10 മണിക്ക് നല്ല വെളിച്ചാ. ഇപ്പൊ നോക്കിയേ എത്ര മണി? ഇവിടെ 6 മണിയാവുന്നത്. ഇപ്പൊ 6 മണിയായി. ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ പോലെ 6 മണിക്ക് ആകുമ്പോഴത്തേക്ക് ഡള്ളാണ പോലെ തന്നെ ഇവിടെ ആയി തുടങ്ങി. പിന്നെ ബസ് ഇപ്പൊ ഫാസ്റ്റിൽ പോകുന്നുണ്ട്, എന്താണ് ഭഗവാൻ അറിയാം. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ചെടിയൊക്കെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിട്ടല്ലേ. ഈ ബുഷാണ് ഇവിടുത്തെ മെയിൻസ് ആണ് എല്ലാവരുടെ വീട്ടിലും. മതിലിന് പകരം ബുഷ് വെച്ചിട്ട് സെറ്റാക്കി പൈസ ലാഭിക്കാനാണോ? എനിക്ക് തോന്നുന്നു അതിനൊക്കെ അയ്യോ ഇതൊക്കെ തരുടെ കയ്യുണ്ട്. അല്ല ഗൈസ്, ചെറുതായിട്ട് വരുതാ. എനിക്ക് തോന്നുന്നു ഇതാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടുന്നു, കാരണം വെട്ടി നിർത്തണ്ടേ. എല്ലാപ്പോഴും 2 ആഴ്ച കൂടുമ്പോൾ വെട്ടി നിർത്തണം, അല്ലെങ്കിൽ കാട് പോലെ ഇറങ്ങണമെങ്കിൽ ഈ സ്റ്റോപ്പിൽ ഞങ്ങൾക്ക്. അപ്പൊ അവിടെ റെഡിൽ തെളിഞ്ഞു വരും സ്റ്റോപ്പിങ്, എന്നിട്ട് അവർക്ക് അടുത്ത സ്റ്റോപ്പിൽ നിർത്തും. അങ്ങനെയാ ഇവിടെ. പിന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാൻ കണ്ടക്ടറൊന്നും ഉണ്ടാവില്ല കേട്ടോ, അപ്പോൾ ഡ്രൈവർ തന്നെ ചെയ്യാം. നമ്മൾ കയറി വരുമ്പോൾ ടിക്കറ്റ് കാണിക്കണം. ചിലവരിൽ കാർഡ് ഉണ്ടാവും, ചിലർ ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. പിന്നെ ഇവര് കൂടുതലും ടിക്കറ്റ് എടുക്കണവരെ പിന്നെ സ്ക്രീനിൽ, ഫോൺ സ്ക്രീനിൽ ഡേ സേവർ പോലത്തെ സംഭവങ്ങളൊക്കെ എടുത്തിട്ടാണ് സ്കാൻ ചെയ്യണം. അവിടെ ഫ്രണ്ടിലാണ് ഡ്രൈവറിന്, നമ്മുടെ നാട് പോലെയല്ല. അങ്ങനെയാ മിക്കടുത്ത് അങ്ങനെ തന്നെയാന്ന് തോന്നുന്നത്. മെയിൻ യൂറോപ്പിലെല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും, കുറച്ചും കൂടി ഈസിയല്ലേ. പക്ഷെ എന്താ ഭയങ്കര ലാഗാവും മാത്രം. തൊട്ടടുത്ത് പോകാൻ തന്നെ കുറേ നേരം എടുക്കും, അതാ പ്രശ്നം. അല്ലാതെ തന്നെ ഓക്കെയാ. ഞങ്ങളത് ഇവിടെ എത്താറായി. എല്ലാവരും മോനെ ഞങ്ങളിതേ സിഗ്നലിൽ പെട്ടു. നെക്സ്റ്റ് സ്റ്റോപ്പ് ഞങ്ങളുടെയാ. അപ്പൊ ഞെക്കി കാണിച്ചു തരാട്ടാ. അതന്നെ ഒരു ബസ് നോക്കിക്കൊണ്ടിരിക്കുക നടക്കാണ്ടിരിക്കാൻ വേണ്ടി. ഞെക്കി സ്റ്റോപ്പിങ്. അപ്പൊ നമുക്ക് ഇറങ്ങാം. അപ്പൊ ഞങ്ങള് കമ്പനി ഷോപ്പിൽ പോവാണല്ലോ. അപ്പൊ ഇവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. പക്ഷെ 15 മിനിറ്റ് ഉണ്ട് ബസ്. അപ്പോ ബസ് കിട്ടാണെങ്കിൽ പെട്ടെന്ന് എത്തും. അപ്പൊ ബസ് പിടിക്കാൻ വേണ്ടി ഓടാണ്. 3 മിനിറ്റ് ബസ്സിൽ. ആപ്പിൽ നോക്കിയപ്പോൾ 3 മിനിറ്റ്. പക്ഷെ ഇവിടെ സിഗ്നലൊക്കെ ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടി ലാഗാന്ന് വിചാരിക്കണം. അതുകൊണ്ട് നടക്കാൻ ഓടാ ചെയ്യാ.
ക്രിസ്മസ് ട്രീ പോലില്ലേ എക്സാക്റ്റ് കമ്പനി ഷോപ്പ് എത്താറായത് അവിടെ കാണാത്ത കമ്പനി ഷോപ്പ് ബസ് അപ്പൊ തന്നെ കിട്ടിയൊരു 1 മിനിറ്റ് നടക്കാൻ അല്ലേടി യെസ് ദേ തൊട്ടടുത്ത് തന്നെയാ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക നല്ല നോക്കിയേ അപ്പൊ ഞങ്ങൾ നടക്കുന്നു പാട്ട് പാടാന്ന് എനിക്ക് ഇവളെന്നെ എപ്പോഴും കളയാം ഗൈസ് കാരണം ഞാൻ ലിറിക്സ് എപ്പോഴും തെറ്റിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ലിറിക്സ് അറിഞ്ഞാൽ മാത്രം പാടാൻ പറ്റുന്ന നിർബന്ധമുണ്ടാ അങ്ങനെയില്ല പാട്ട് പാടാൻ കമന്റ് അപ്പൊ അവള് നിങ്ങൾക്ക് വേണ്ടി പാടുന്നതായിരിക്കും അതിനധികം വരുന്നില്ല എല്ലാവർക്കും യെസ് മിനി ഷോപ്പിൽ എത്തിയിട്ടാ കമ്പനി ഷോപ്പ് ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പോവാം ഞങ്ങളുടെ കാർഡ് കാണിച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ അപ്പം അത് ആരും കാർഡ് സ്കാൻ ചെയ്ത് കയറാം അപ്പം 90 രൂപയ്ക്ക് സബോള കണ്ടു ഇപ്പം ഒരു സബോള വാങ്ങിക്കാമെന്ന് വിചാരിച്ചു ഇത് എത്ര 1 കിലോ സബോള 90 രൂപ ഇവിടെ സ്നേഹ ചെക്ക് ചെയ്യുക അടുക്കള കാര്യങ്ങളൊക്കെ അവളെ ചെക്ക് ചെയ്യാറ് അപ്പം അത് സക്സസ്ഫുള്ളി ഇവിടെ 65 രൂപ ഒരു പാക്കറ്റ് ആപ്പിൾ വീട്ടിലുള്ളതുകൊണ്ട് അത് വാങ്ങിക്കണില്ല ഇത് കണ്ട ഇവിടെ ഈ ആപ്പിളിനൊക്കെ 130 രൂപ കേട്ടാ പിന്നെ ഇവിടെ ഒരു തേങ്ങയ്ക്ക് 80 രൂപ ഒരു തേങ്ങയ്ക്ക് 80 രൂപ ഞാനവരൊക്കെ മിസ് ചെയ്യുന്നു ചെടി മുളപ്പിച്ച സാധനങ്ങളൊക്കെ എടുത്ത് കാണിച്ചതിൻ്റെ എന്തൊട്ടാണാവോ മനസ്സിലായില്ല തിന്നണതായിരിക്കും സ്പൈസി ആൻഡ് പെപ്പർ സലാഡ് നമ്മൾ പോകും പിന്നെ ഫ്രീ എന്ന് കാണുന്നിടത്ത് വേഗം എത്തണോണ്ട് കുറച്ച് 2 മീൻ എടുക്കാന്ന് വെച്ചാൽ ഫ്രീ അവിടെ നല്ലതാണോന്ന് അറിയില്ല പക്ഷെ നമ്മുടെ മസാലയൊക്കെ പുരട്ടി കഴിക്കാൻ നല്ലതായിരിക്കും ഇവിടെ ചീറ്റൂസിനോട് എത്ര രൂപയാണെന്നറിയോ നോക്കാം 20 പെൻസ് തൈരെടുത്ത് പിടിച്ചിരിക്കണ നോർമൽ മതിയില്ലേ കിഡ്സ് യോഗേർട്ട് ഓർക്ക് ഇങ്ങനെ ഒരു ഇതിൽ കിട്ടിയത് ഹാഫ് പ്രൈസിന് 400 രൂപയ്ക്ക് ഇത് ഇഷ്ടമല്ല നാട്ടിൽ പക്ഷെ ഇവിടെ വന്നപ്പോൾ കഴിക്കാനൊരു ആഗ്രഹം അപ്പം അത് വാങ്ങിക്കാൻ പോവാം അപ്പം ഇതിൽ മീനും ചിക്കനും പോർക്കൊക്കെ ഉണ്ട് പിന്നെ ഇവിടെ മേടിക്കാറില്ല ആദ്യമായിട്ട് ഇങ്ങനെ മേടിക്കുന്നു അതെ ഇവിടെ ഓരോ സെക്ഷനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഡിസ്കൗണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ഫ്രീ എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും ഡിസ്കൗണ്ട്സിന് എഴുതിയിട്ടുണ്ടാവും ഹാഫ് പ്രൈസ് എന്നൊക്കെ എഴുതാനുണ്ടാവും അങ്ങനെ ഉണ്ടാവും ഒരു ഗാർലിക് മയോ എടുത്തിട്ടുണ്ട് ഹെൽത്തിന് നല്ലതാണോ എന്ന് അറിയില്ല കേട്ടാ നല്ലതല്ല ശരിക്കും വെച്ചാണ് നോക്കിയേ ലോലിപോപ്പ് 50 രൂപ നല്ല ഡിസൈനിൽ വെച്ചിട്ടുണ്ട് കണ്ട മിഠായി വെച്ചാണ് നോക്കിയേ മാൾസ്റ്ററിൻ്റെ ഒരു പാക്കറ്റ് എടുക്കാൻ വെച്ചു ഇത് കാഡ്ബറി കേക്ക് ബാറാ മാൾസ്റ്ററിൻ്റെ ഒരു പാക്കറ്റ് നോക്കിയടി ലോലിപോപ്പ് 50 പെൻസ് അറിയില്ല നല്ല ഭംഗിയില്ലേ കാണാൻ 50 രൂപയുള്ളൂ ഇത് 2 എടുത്തു മിൽക്കി വേ കൂടുതലെന്ന് തോന്നുന്നു ഏതിലാ മാഴ്സും ഗാലക്സിയും കൂടുതലുള്ളത് നോക്കിയിട്ട് വാങ്ങിക്കാൻ നിൽക്കാം വെയിറ്റ് ഒക്കെ സെയിം ആടി അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പർച്ചേസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങാം ഇത് ഇത്രയും സാധനങ്ങൾ വാങ്ങിയാണ് കുറച്ച് ചിപ്സും പിന്നെ ചിക്കൻ ഫിഷൊക്കെയും ഈ ചിപ്സ് ഇത്രയും പേർക്ക് വാങ്ങിയത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജോലിക്കൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാൻ ടൈം പറ്റില്ല അപ്പോൾ ഞങ്ങൾ ഇങ്ങനത്തെ സാധനം കഴിച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യണത് പിന്നെ ഞങ്ങൾ പോർക്ക് വാങ്ങിച്ചിട്ടാ അതിൻ്റെ ഹാഫ് റൈസ് വാങ്ങിച്ചിട്ടുള്ളൂ ആണെന്ന് തോന്നുന്നു ഞാൻ റെസിപ്പി മേടിച്ചില്ല പിന്നെ ഫിഷ് ഇത് ഫ്രീ കിട്ടിയതാ പിന്നെ കുറച്ച് ചിപ്സ് വാങ്ങി ഹെൽത്തിനൊന്നും നല്ലതല്ല കേട്ടോ നമുക്ക് ജോലിക്ക് പോകുന്നതുകൊണ്ട് സമയമില്ലാണ്ടാവുമ്പോൾ ഇതൊക്കെ കഴിക്കുക അപ്പം കഴിഞ്ഞു കമ്പനി ഷോപ്പിൽ എന്നിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു കേട്ടോ അപ്പം നമുക്ക് ലൈറ്റിംഗ് കാണാൻ പോവാം ഉണ്ടോയെന്ന് നോക്കാം ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ കാണിച്ചു തരാം ബാ അപ്പം
കമ്പനി ഷോപ്പിനോട് ടാറ്റ ബൈബൈ പറഞ്ഞു. ഞങ്ങളിനി 2-4 ആഴ്ച കൂടുമ്പോൾ 2-3-4 ആഴ്ച കൂടുമ്പോൾ കമ്പനി ഷോപ്പിൽ പിന്നെയും വരും. ചിപ്സ് വാങ്ങും. ചിപ്സും ചിക്കൻ അങ്ങനത്തെ ഐറ്റംസ് വാങ്ങാനാണ് മെയിൻ വരണം ഇങ്ങോട്ട്. ചിക്കനൊക്കെ ചിലപ്പോൾ കിട്ടുള്ളൂ, എന്നാലും ഇപ്പോൾ പോയപ്പോൾ കിട്ടി. നല്ല നമ്മുടെ പുറത്തുള്ളതിനേക്കാളും വില കുറവാണ് ഇവിടെ ചിക്കനൊക്കെ, അതുകൊണ്ട് ഇവിടെ നിന്ന് മേടിക്കും. ഹാഫ് പ്രൈസിനൊക്കെ കിട്ടും. അപ്പം ഞങ്ങൾ വന്നതാ. പിന്നെ കുറേ ചിപ്സും കിട്ടും. അപ്പം ഇവിടെ നിന്ന് വാങ്ങിക്കാറ് കൂടുതലും. ചിപ്സിന് ഇവിടെ പൈസ കുറവാ, നമ്മുടെ പുറത്ത് അൽദീന്നൊക്കെ മേടിക്കുന്നേക്കാളും പൈസ കുറവാ. ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെ ലേസ് പോലത്തെ ഒക്കെ നമ്മുടെ നാട്ടിലൊക്കെ 15-20 രൂപയ്ക്ക് കിട്ടും. ഇവിടെ 85 രൂപയ്ക്കാ. ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി കുറയും. അതെ, ഇവിടെ വരുമ്പോൾ പിന്നെ ഇത്തിരി കുറയും കേട്ടോ. 85 അല്ല, 189 രൂപ, 150 രൂപ അങ്ങനെ. പിന്നെ വന്ന് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും തിന്നണമല്ലോ. ഞാൻ പറഞ്ഞ അതിലെന്തുകൊണ്ടാണോ ഇത് കത്തിച്ച കത്തൂലേ? കത്തും. ഇത്രയും കൊള്ളില്ല. എന്റെ തിന്നാൻ കണ്ടില്ലേ? എന്തോ ഒരു കുഴപ്പം. 50 മിനിറ്റ് ഉണ്ട് ഇനി. ചീസ് ജ്യൂസ് ഒക്കെ തിന്നാൻ വെച്ചു. ഇടവേളകൾ ആനന്ദകരമാക്കാൻ 20 രൂപ. അതായത് ഇവിടുത്തെ 20 രൂപ, നമ്മുടെ 20 രൂപ, ഇവിടുത്തെ 20 രൂപ. ഇവിടുത്തെ 20 പെൻസ്, നമ്മുടെ 20 രൂപ. ഞങ്ങൾ വാങ്ങി മിഠായി എല്ലാം എല്ലാം മിക്സ് ആയിട്ട് കിടക്കുന്നതാണെന്നൊക്കെ രസമുണ്ട്. എല്ലാം കവറിലും തിന്നാൻ രസാട്ടാ. പിന്നെ ഇവിടുത്തെ കാര്യം ഇവിടെ വേസ്റ്റ് താഴെ ഇടാൻ പാടില്ല. സൈഡിലൊക്കെ ലിറ്റർ ബോക്സ് ഉണ്ട്, അതിൽ കൊണ്ട് ഇട്ടോണം, അല്ലെങ്കിൽ എന്തോ ചീത്ത പറയും. മെയിനായിട്ട് വന്നതിൻ്റെ ഉദ്ദേശം ഇവിടുത്തെ റെന്റ് ഫ്രീ ലൈറ്റ് കാണാൻ വേണ്ടിയാണ്. എനിക്ക് മേലെ അവരിട്ടിട്ടുണ്ട്, കണ്ട എല്ലായിടത്തും ഇട്ടിട്ടുണ്ട്. പക്ഷെ അതായത് ആ ലൈറ്റിൽ എൻ്റെ താഴെ ഒരു സാധനം കണ്ട ഡിസൈനിൽ ക്ലിയർ ആവള്ള. നമുക്ക് ലൈറ്റിംഗ് ഒക്കെ ഇനി വരുമ്പോൾ ഞങ്ങൾ എന്തായാലും അതിൻ്റെ ഒരു ക്ലിപ്പ് ഇടും, കാണിച്ചു തരും. ക്രിസ്മസിനുള്ള ഒരുക്കങ്ങളത്. ക്രിസ്മസിനാവാം, ചിലപ്പോൾ ഹാലോവീനാവാം, അറിയില്ല. പക്ഷെ അത് കാണാൻ വേണ്ടി ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. അപ്പം ആ ലൈറ്റ് വരുമ്പോൾ ഞങ്ങൾ കാണിച്ചു തരട്ടെ, എന്തായാലും വന്ന് കാണും. കാരണം ഇപ്പം അതൊന്നും ഇട്ടിട്ടില്ല. ഇപ്പം ഞങ്ങൾ എൻ്റെ അൽദിയിൽ ചിലപ്പോൾ കയറും. അൽദിയിൽ പോളില്ല, അൽദീനെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ? സൈഡിൽ കണ്ട ഒരു ആ സ്ട്രീറ്റ് അതിൻ്റെ താഴെ ഡിസൈനിൽ വെച്ചാണ്. ഞങ്ങൾ നിറയെ സാധനങ്ങൾ വാങ്ങി. വിചാരിച്ച പോലെ ലൈറ്റിങ് കാണാൻ പറ്റില്ല, പക്ഷെ ലൈറ്റ് എന്തായാലും വരുമ്പോൾ കാണിച്ചു തരാട്ടാ. ബൈ ബൈ. അപ്പം ഞങ്ങൾ ഇനി തിരിച്ച് വീട്ടിൽ പോവാം. അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവർക്കും ബൈ.